പ്രതിപക്ഷ നേതാവ് സാധാരണ 2 വഞ്ചിയിൽ കാല് വയ്ക്കുന്നത് 3 വഞ്ചിയിലും കാല് വെച്ചാൽ പോകുന്നത്. മുനമ്പം സംരക്ഷണ സമിതിയുടെ വഞ്ചിയിൽ കാല് വയ്ക്കുന്നുണ്ട്, വഖഫ് സംരക്ഷണ സമിതിയുടെ വഞ്ചിയിലും കാല് വയ്ക്കുന്നുണ്ട്, ഒപ്പം തന്നെ BJPയുടെ നിലപാടിനൊപ്പം കാല് വയ്ക്കുന്നുണ്ട്. 3 വഞ്ചിയിലും കാല് വെച്ചിട്ടാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതുപോലുള്ള പ്രശ്നത്തിൽ പലതരത്തിലുള്ള തെറ്റായിട്ടുള്ള ധ്രുവീകരണങ്ങളിലേക്ക് നയിക്കാൻ ഇടയുള്ള പ്രശ്നത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. അതിനകത്ത് ഇന്ന് കാണുമ്പോൾ വഖഫ് ബോർഡിന് ഗവൺമെന്റ് തീരുമാനിച്ചിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് പറയുകയുണ്ടായി. വഖഫ് ബോർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമാണ്. വഖഫിന്റെ ഭൂമിക്കകത്തല്ലെങ്കിലും ഈ 2 ഭാഗത്താണെങ്കിലും വഖഫ് ആണെങ്കിലും വഖഫ് അല്ലെങ്കിലും അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നവരുടെ നിയമപരമായിട്ടുള്ള പരിരക്ഷ ഉറപ്പുവരുത്താനാണ് കമ്മീഷനെ രൂപീകരിച്ച് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് വീണ്ടും BJPയെ കുറ്റപ്പെടുത്തുന്നതിനേക്കാളും തീവ്രമായി സംസ്ഥാന ഗവൺമെന്റ് കുറ്റപ്പെടുത്തിയിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ കൗതുകകരമായിട്ടുള്ളത് ഉടൻ തന്നെ വഖഫ് ബോർഡിന്റെ ഒരു പ്രസ്താവന, പ്രതിപക്ഷ നേതാവിന്റെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ അപലപിച്ചുകൊണ്ടും അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും വഖഫ് ബോർഡിന്റെ ഒരു പ്രസ്താവന കാണുകയുണ്ടായി. ആ പ്രസ്താവന ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് പങ്കെടുത്തിരിക്കുന്ന ആളുകളിൽ ആദ്യം കാണുന്നത് P. ഉബൈദുള്ള MLA ആണ്. പിന്നെ ലീഗിന്റെ മേധാവ് മായിൻ ഹാജിയാണ്. ലീഗിന്റെ മേധാവ് ശ്രീ സൈനുദ്ദീനാണ്. അപ്പൊ ഈ ലീഗല്ലേ UDFനകത്തുള്ള ലീഗ്? ആ UDFന്റെ അല്ലേ പ്രതിപക്ഷ നേതാവ്? അപ്പൊ ഒരു വശത്ത് വഖഫ് ബോർഡിനെ കുറ്റപ്പെടുത്തുക, ഗവൺമെന്റാണ് ചെയ്തത് എന്ന് പറയുക. എന്നാൽ ലീഗിന് ഇപ്പൊ ഇന്നത്തെ നോക്കുമ്പോൾ നല്ലൊരു പകുതിയോളം ലീഗിന്റെ ആളുകൾ തന്നെ പങ്കെടുക്കുന്നു. അവര് പ്രതിപക്ഷ നേതാവിനെ അപലപിച്ചുകൊണ്ട് പ്രമേയം ഇറക്കുന്നു. അപ്പൊ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ സമീപനം പ്രതിപക്ഷ നേതാവ് അവസാനിപ്പിക്കേണ്ടതാണ്. ഇതിനകത്ത് ധ്രുവീകരണത്തിന് BJPയെ പോലെ തന്നെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പ്രതിപക്ഷ നേതാവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ നിയമപരമായിട്ടുള്ള പരിഹാരമുണ്ട്. ഇവിടെ നേരത്തെ നിസാർ കമ്മീഷനാണ് ഈ അപകടം ഉണ്ടാക്കിയത്. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, നിസാർ കമ്മീഷന്റെ ശുപാർശ പബ്ലിക് ഡൊമൈനിലുണ്ട്. ഇപ്പോ മുനമ്പം അവിടുത്തെ സമരസമിതിയും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. നിസാർ കമ്മീഷൻ പറഞ്ഞത് വഖഫ് ബോർഡാണ് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനമെടുത്ത വഖഫ് ബോർഡിന്റെ ചെയർമാൻ പാണക്കാട് തങ്ങളാണ്. പാണക്കാട് തങ്ങൾ ചെയർമാനായിട്ടുള്ള വഖഫ് ബോർഡാണ് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ആധികാരികമായിട്ടുള്ള ഡിക്ലറേഷൻ നടത്തിയിട്ടുള്ളത്.